ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള പീച്ചി ഡാമിലാണ് കേട്ടോ. അപ്പോൾ പീച്ചി ഡാമിൽ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് പീച്ചി ഡാം. പീച്ചി വാഴാനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഒരു ഭാഗമാണ് പീച്ചി ഡാം. ഇവിടെ നിറയെ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ചില സമയത്ത് ഇവിടെ ആനകളൊക്കെ ഇറങ്ങുന്ന പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലേക്കുള്ള വെള്ളം കൊടുക്കുന്നത്, വെള്ളം സംഭരിച്ച് വെച്ചത് വിതരണം ചെയ്യുന്നതൊക്കെ ഈ പീച്ചി ഡാം എന്നാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം പീച്ചി ഡാമിൻ്റെ കൂടുതൽ വിശേഷം. പീച്ചി ഡാമിന്റെ മോൾവശത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതിന്റെ ഒരു റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയാണ്. അവിടെയാണ് വെള്ളം എല്ലാം കെട്ടി നിർത്തുന്നത്. പിന്നെ ഈ ഭാഗത്തായിട്ട്, ഞാൻ ഈ നിൽക്കുന്ന ഈ ഭാഗത്ത് താഴ്ഭാഗത്തായിട്ട് ഷട്ടർ വരും. ഇതിന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഗാർഡൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി പറ്റും. ഈ ഗാർഡന്റെ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് കാണാം. ഒരു കനാല് ഒഴുകി പോകുന്നുണ്ട് ഈ ഭാഗത്ത്, മറുഭാഗത്ത് വേറൊരു കനാല് ഒഴുകി പോകുന്നുണ്ട്. അത് ഇപ്പൊ ഈ വിഷ്വൽസിൽ നന്നായിട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ, പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഡാം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായതിന്റെ ഒരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ ഭാഗം എല്ലാം വലിയ ഭൂപ്രദേശമായിരുന്ന ഒരു സ്ഥലമായിരുന്നു, അതായത് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു ഭൂപ്രഭു ഉണ്ടായിരുന്നു, കൊട്ടിലിൽ ശങ്കരമാരാർ. അദ്ദേഹം ആ ഒരു സമയത്ത് വലിയ ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു. അദ്ദേഹം ആ ഒരു സമയത്ത് ഇവിടെ ഒരു ഡാം കെട്ടുന്നതിനെ കുറിച്ച്, ജലസേചന സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട്, കൃഷിയൊക്കെ ഉണ്ടല്ലോ ഈ ഭാഗത്തൊക്കെ, അപ്പോൾ ജലസേചന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഡാം പണി കഴിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ എന്താ പറയുക ചിന്താഗതികളും ദീർഘവീക്ഷണമൊക്കെ ഉള്ള ആളായിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, ഈ ഐക്യ കേരള രൂപീകരണത്തിന് മുമ്പായിട്ട് തിരുക്കൊച്ചി പ്രധാനമന്ത്രിയായിരുന്ന ഇക്കണ്ട വാര്യരുടെ അടുത്ത് ഈ ഒരു ശുപാർശ എത്തിച്ചു. ഇങ്ങനെ ഒരു ഡാം പണികഴിപ്പിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഇക്കണ്ട വാര്യർക്ക് ഇങ്ങനെയൊരു ജലസേചന സൗകര്യത്തിനൊക്കെ വേണ്ടി ഇത്തരത്തിലൊരു ഡാം പണികഴിപ്പിക്കുന്നത് അനിവാര്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ അടുത്ത് ഈ ഒരു കാര്യം അവതരിപ്പിക്കുകയുണ്ടായി. ആ ഒരു മന്ത്രിസഭയിൽ അവതരിപ്പിച്ചു. അന്ന് ജവഹർലാൽ നെഹ്റുവിന് ഒരു പക്ഷേ മനസ്സിലായി കാണും ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാക്കേണ്ട ഒന്നാണെന്ന് മനസ്സിലായി. അങ്ങനെ ജവഹർലാൽ നെഹ്റു ആണ് ഈ ഡാം പണി കഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഫണ്ട് അനുവദിക്കുന്നത്. ആ ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. 1949 നവംബർ 16 പീച്ചി ഡാമിന് അന്നത്തെ കൊച്ചി രാജാവാണ് കല്യാണം. ഐക്യകേരളം ഉണ്ടായിട്ടില്ല, 49-ലാണ്. അപ്പോൾ അതിനുശേഷം 49 കഴിഞ്ഞ് 49 കല്ലിട്ടു. 1957 ഒക്ടോബർ 4 ആദ്യത്തെ കേരള ഗവർണർ ബി രാമകൃഷ്ണൻ ഡാം കമ്മീഷൻ ചെയ്തു. ഇപ്പോൾ കൃഷിക്ക് 57 ഒക്ടോബർ 57 കമ്മീഷൻ ചെയ്തെന്ന് പറയുമ്പോൾ 57 ആദ്യത്തെ സർക്കാർ വന്നു. ഐക്യകേരളം ഉണ്ടായി. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പുതിയ കേരളം ഉണ്ടായി. കേരളം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന ആദ്യത്തെ ഗവർണറാണ് പി രാമകൃഷ്ണൻ. അപ്പോൾ ബി രാമകൃഷ്ണ റാവുവാണ് 1957 ഒക്ടോബർ 4 പീച്ചി ഡാം രാജ്യത്തിന് സമർപ്പിക്കുന്നത്. അതിൻ്റെ കല്ല് അവിടെ കാണും. ഈ ഡാമിന്റെ തറക്കല്ലിട്ടത് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. നമ്മൾ ഈ ഗാർഡന്റെ സൈഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമ്മൾ ഈ ഡാമിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ് കേട്ടോ ഈ ഡാമിനകത്ത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നിങ്ങൾ ശരിക്കും വരേണ്ടത് എപ്പോഴാണെന്ന് അറിയോ? രാവിലെയോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഉച്ച സമയത്ത് ആയതുകൊണ്ട് എനിക്ക് നല്ല വെയിലടിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ തന്നെയും ഈ ഡാമിന്റെ ഒരു ഭംഗിക്ക് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്.
കയറി വരികയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, പവലിയൻ. അപ്പൊ നമുക്ക് പവലിയന്റെ അവിടെ പോയി അയ്യോ വയ്യട്ടോ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കായികാധ്വാനാണ്. അങ്ങനെ അത്യാവശ്യം നല്ല കിടപ്പുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കയറി വരുമ്പോ ഇത് കുറെ ആൾക്കാർ അവിടെ കിതച്ചിട്ട് ഇരിക്കുന്നത് കാണാം. പ്രിയ പോയാ അപ്പൊ നമ്മളെല്ലാരും കൂടിയിട്ട് ഈ പീച്ചി ഡാമിന്റെ പവലിയൻ നേരത്തെ കാണിച്ചില്ലേ, പവലിയന്റെ സൈഡിലൂടെ വന്നിട്ട് ഇങ്ങോട്ട് താഴോട്ട് ഒരു വാക്ക് വേ ഉണ്ട്. ആ വാക്ക് വേയിലൂടെ പോവാണ്. അപ്പുറത്തൊക്കെ കാടാണ് കേട്ടോ. ഈ കാട് മുഴുവൻ ഫോറസ്റ്റ് ആണല്ലോ. അല്ല, ഈ ഫോറസ്റ്റ് മുഴുവൻ ഭയങ്കര കാടാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ, നിങ്ങൾ ക്യാമറ മുകളിലേക്ക് ഒന്ന് നോക്കൂ. ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ, ക്യാമറ മുകളിലേക്ക് പോകുമ്പോ നിങ്ങക്ക് കാണാൻ പറ്റില്ലേ, നല്ലോണം പച്ചപ്പ് ഇവിടെ ഒന്നും കാണാൻ കഴിയില്ല. പീച്ചിയിൽ അപ്പുറം ഇപ്പുറമൊക്കെ കാടാന്ന് പറഞ്ഞില്ലേ, ഈ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന പുലിയാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. പുലിയല്ല, സിംഹം അല്ലേ സാറേ? അല്ലേ? ആരാ പറയൂ, ആരാന്ന്? കടുവ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ചങ്കാണ്. ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വെളിപ്പെടുത്തണില്ല കേട്ടോ. ഇനിയിപ്പോ പറയണം വേണ്ട, കണ്ടുപിടിക്കണം നിങ്ങള്. അത് ആരാന്നറിയാന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തോ. അല്ല, എന്റെ ഹസ്ബൻഡിനെ ഒന്ന് കാണിച്ചു കൊടുക്ക. എന്റെ പ്രിയപ്പെട്ട എന്റെ ഹസ്ബൻഡിന് കണ്ടോ? ഹായ് ഹായ്, പേര് പറഞ്ഞോളൂ. എന്റെ പേര് വൈക, ഞാൻ 5ാം ക്ലാസ്. ഹായ്, എന്റെ പേര് ഗൗരി, ഞാൻ 9ാം ക്ലാസ്. സുമേഷ്, ഞാൻ +2 പഠിക്കുന്നു. ഇതാണ് കേട്ടോ ദിവ്യ. ദിവ്യ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഇത് വൈകേടിയും നേരത്തെ പരിചയപ്പെട്ടില്ലേ, മണിക്കുട്ടീനെയും ഗൗരീനെയും അവരുടെ അമ്മയാണ്. പക്ഷെ എന്താ പറയാ, ചെറുപ്പം കണ്ട മമ്മിയാണ്, സന്തൂർ മമ്മിയാണ്. സന്തൂർ മമ്മി വേറൊരാളെ പരിചയപ്പെടുത്തി തരാട്ടെ. ഇതാണ് നമ്മളുടെ ദിൽന. അതെ, ഇതാണ് ദിൽന. അതായത് എന്റെ ക്യാമറ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഇവർ ഇത്രയും കൂതറകളാണ്, ഞാൻ പക്ഷെ ഇത്ര കൂതറല്ല കേട്ടോ. അതായത് ഇപ്പൊ ഈ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നത് വലിയ വലിയ ആളുകളുടെ ക്യാമറാമാനൊക്കെ ഭയങ്കര പേരാ. മറ്റേ അപർണ തോമസിന്റെ ക്യാമറാമാൻ എന്താ വിളിക്കുക, എലമെൻട്രിക്സ് കണ്ടാണ് അയാളുടെ പേര്. ഫിലമെന്റ് അടിച്ചിട്ടുണ്ട്. ഫിലമെന്റ് അടിച്ചു പോയതുകൊണ്ട് നമ്മളെ ക്യാമറാമാനെ നമുക്ക് ഫിലമെൻട്രിക്സ് എന്ന് വിളിച്ചാൽ. അപ്പൊ എന്റെ ക്യാമറാമാൻ ഇല്ലേ ഇപ്പൊ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷിജിലേഷ് ആട്ടോ. അപ്പൊ അവന്റെ വൈഫ് ദിൽനയാണിത്. അവൻ വിളിക്കുക ഉണ്ണി ഉണ്ണി എന്നൊക്കെയാണ്. ശരി, അപ്പൊ നമുക്ക് ഇനി വിഷ്വലിലേക്ക് പോവാം.
ക്ഷീണവും ദാഹമൊക്കെ തോന്നും. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള സിമെന്റ് ബെഞ്ചുകളുണ്ട്, സിമെന്റ് അല്ല കൽബെഞ്ചുകളുണ്ട്. ഈ ബെഞ്ചിൽ ഇരിക്കാം. അതെ അതെ, സ്റ്റോൺ ബെഞ്ച്. ഇങ്ങനെയുള്ള കൽബെഞ്ചുകളുണ്ട്. ഇതിനകത്ത് ഇരുന്നിട്ട് നമുക്ക് വിശ്രമിക്കാം, വേണമെങ്കിൽ ഇവിടുന്ന് വെള്ളമൊക്കെ കുടിക്കാം. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ വെള്ളമൊക്കെ നമുക്ക് കൊണ്ടുവരുന്നതിന് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. പക്ഷെ നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും ഈ ഒരു ഏരിയയിൽ ഇടരുത്. ഇത് ഫോറസ്റ്റ് ആണ്, അത്രയും നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പൊ ഇവർ തരുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. ആ ഒരു കാര്യത്തിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യരുത് എന്നുള്ളത് ഒരു റിക്വസ്റ്റ് ആണ്. ഫിലമെൻട്രിക്സ് ഇവിടെ നിൽക്കുന്നതൊക്കെ കണ്ട, അവനൊരു കായ കണ്ടിട്ടുണ്ട്, സ്ട്രോബെറി കണ്ട പോലെയുള്ള ആക്രാന്തത്തോട് കൂടി കുറെ നേരമായി ഫോട്ടോ എടുക്കാൻ വേണ്ടി തുടങ്ങുന്നത്. നോക്കി, ഇതുപോലെയുള്ള വലിയ വലിയ മരങ്ങളുണ്ട് കേട്ടോ ഈ ഫോറസ്റ്റ് ഏരിയയിൽ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്റീരിയറിലേക്ക് അധികം ഒന്നും പോകാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഈ മരങ്ങളുടെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെയുള്ള വലിയ വലിയ മരമുണ്ട്. നോക്കി, ഈ മരം ഏതായിരുന്നു? വാഗ, കുന്നിവാഗ എന്ന് പറയുന്ന മരമാണ് നിൽക്കുന്നത്. നല്ല വിലയുള്ള വാവയില്ല, വാഗമരം, കുന്നിവാഗ എന്ന് പറയുന്ന മരമാണ് നിൽക്കുന്നത്. നല്ല വിലയുള്ള മരമാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പൊ ഇല്ലേ, നമ്മൾ ആ വഴി നടന്നു വന്നിട്ട് വീണ്ടും ആ പവലിയന്റെ ആ ഒരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. അതിന്റെ ഫ്രണ്ട് സൈഡിൽ എത്തിയിരിക്കുകയാണ്. ഈ വശത്താണ് ഗാർഡനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെയാണ് ബാത്റൂം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ്. ജെന്റ്സിന്റെയും ലേഡീസിന്റെയും എല്ലാം ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ. ഇനി ഇതാ ഈ വഴിയില്ലേ, താഴേക്ക് കാണുന്ന ഈ വഴിയെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗാർഡനും ചിൽഡ്രൻസ് പാർക്കും ഒക്കെ കാണാൻ വേണ്ടി കഴിയും കേട്ടോ. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. പിന്നെ ഇത് ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇത് ഷിജിലേഷിന്റെ വൈഫും കൂടി അവിടെ ഊഞ്ഞാലാടി കളിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഈ ഗാർഡനിലേക്കുള്ള എൻട്രൻസിന്റെ ആ ഭാഗത്തായിട്ട് ഇതുപോലൊരു ഊഞ്ഞാലുണ്ട് കേട്ടോ. നല്ല രസമാണ്. ഒന്നാമത് ഇവിടെ നല്ല തണലാണ്. ഇതുവരെയുള്ള ഒരു ക്ഷീണമൊന്നും നമുക്ക് തോന്നുന്നില്ല. നല്ല ഉച്ച സമയത്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. എങ്കിൽ പോലും ഈ ഒരു ഭാഗത്തേക്ക് അവിടെ ആ വഴിയിലല്ലേ നല്ല തണുപ്പാണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പൊ പറയാനില്ല, നല്ലൊരു സുഖമുള്ള നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഊഞ്ഞാലാടും. ആഹാ, എന്ത് രസം. ആടിക്കോ. ഞാൻ ഇവിടെ കൊറേ കുട്ടികള് ഇവിടെ നിന്നിട്ട് ഊഞ്ഞാലാടുന്നത് കണ്ടോ? ഇതാ നമ്മുടെ ഏറ്റവും ചെറിയ കുട്ടി ഇരുന്നാടുന്നു. ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോവാട്ടോ. വരൂ, നമുക്ക് കുട്ടികളോടൊത്ത് ഉല്ലസിക്കാം. കുട്ടികളോടൊത്ത് ഉല്ലസിക്കാം. അപ്പോഴേ നമ്മൾ ഈ ഡാമിന്റെ താഴ്ഭാഗത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ പവലിയനാണ്. അത് കഴിഞ്ഞ് താഴേക്ക് ഈ മറ്റേ ചിൽഡ്രൻസ് പാർക്ക്, അതിന്റെ താഴെയായിട്ടാണ് ഗാർഡൻ. ഇപ്പോൾ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് കേട്ടോ ഈ ഡാമിന്റെ ഷട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 4 ഷട്ടറുകളാണുള്ളത്. ഇപ്പൊ ഷട്ടറൊന്നും തുറന്നിട്ടില്ല, ഷട്ടർ തുറക്കാറുണ്ട്. അങ്ങനെ തുറക്കുന്ന സമയത്ത് നമ്മൾ ഈ താഴെ കാണുന്ന ഈ ഒരു ഭാഗത്തുകൂടെ ഈ പാലത്തിന്റെ അടിയിലൂടെയാണ് വെള്ളം ഒഴുകിയിട്ട് ഇരിങ്ങാലക്കുടയിലുള്ള പുഴയിൽ എത്തിച്ചേരുന്നത്. അവിടുന്ന് അത് പിന്നീട് കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു ഡാം തുറന്നിട്ട് വെള്ളം പോകുന്നതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 കനാലുണ്ട്. ആ കനാലിന്റെ ദൃശ്യം ഞാൻ മുകളിൽ നിൽക്കുന്ന സമയത്ത് കാണിച്ചു തന്നിരുന്നു. അത് 60 കിലോമീറ്റർ നീളമുള്ള ഒരു കനാലാണ്. അതായത് റൈറ്റ് സൈഡിൽ കാണുന്നത് 60 കിലോമീറ്റർ നീളമുള്ള ഒരു കനാലും മറ്റേ ഭാഗത്ത് കാണുന്നത് 40 കിലോമീറ്റർ നീളമുള്ള കനാലും. അപ്പോൾ ആ കനാലിലൂടെ വെള്ളം പോകുന്ന സമയത്ത് ഈ തൃശ്ശൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും എന്താ പറയുക, ഈ വാട്ടർ ബോഡീസ്, അതായത് കിണറുകൾ, മറ്റ് പാടങ്ങൾ, അങ്ങനെയുള്ള ഭാഗത്തൊക്കെ വെള്ളം കിട്ടുകയാണ്, സഫീഷ്യൻ്റ് ആയിട്ടുള്ള വെള്ളം കിട്ടുകയാണ്. അങ്ങനെയാണ് ഇത് ജലസേചനത്തിന് ഉപയോഗിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഡാമാണെന്ന് പറയുന്നതിനുള്ള കാരണം തന്നെ അതാണ്. കണ്ടോ എങ്ങനെ
പാർക്കിന്റെ ഈ ഭാഗത്ത് ഇതുപോലെയുള്ള കായുള്ളൊരു മരം ഉണ്ട്. ഇത് മന്ദാരത്തിന്റെ സ്പീഷീസിലുള്ളൊരു മരമാണെന്ന് തോന്നുന്നു. നിറച്ച് മന്ദാരത്തിന്റെ ഇല പോലത്തെ ഇലയാണ് ഇത്. മന്ദാരം തന്നെ തോന്നുന്നു അല്ലേ, വലിയ മന്ദാരം. ഇതുപോലെ നിറച്ച് അമരക്കായ പോലെയുള്ള കായകളുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇവരിതിനെ പേരൊക്കെ ഇടുന്നുണ്ട് കേട്ടോ, കൊങ്ങിനിപ്പഴം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ചില വട്ടന്മാരുടെ വ്യക്തികളാണ്. വട്ടന്മാരെന്ന് ഉദ്ദേശിച്ചത് താങ്കളെയാണ്. ക്ഷീണിച്ച ആരാണ്? അതെ, ഒന്നും കൂടി പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ മണിക്കുട്ടി വന്നിരിക്കുകയാണ്. പറഞ്ഞോളൂ, കുട്ടിയുടെ പേരെന്താ? ഓ വാവ്, നമ്മൾ ഇംഗ്ലീഷ് മാത്രമേ പറയുള്ളൂ. പറഞ്ഞോളൂ. എവിടെയായി ഹോളി ക്രോസ് വിദ്യാലയം? നമ്മുടെ കുന്നംകുളത്തിൽ. കുന്നംകുളത്തുള്ളത്. അവിടെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടോ? കുന്നംകുളത്ത് മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുമെന്ന് പറയല്ലോ. ഒറിജിനലായ ഇവിടെയാണ് കേട്ടോ ആ കനാല്. ഈ കനാലാണ് 60 കിലോമീറ്റർ ദൂരം ഒഴുകുന്നത് ഞാൻ പറഞ്ഞില്ലേ. ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു നടപ്പാത ഉണ്ട്, അതായത് ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഇത് കടന്ന് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗാർഡനിലെത്താം. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു തകർപ്പൻ ആംബിയൻസ് ആണ്. ഈ വെള്ളത്തിന്റെ ഒഴുകുന്ന ശബ്ദമെല്ലാം കേട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. അത് പ്രത്യേകിച്ചും തണലുണ്ട്, നല്ല തണലാണ്. ഇവിടെ ഇരിക്കാൻ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്, നല്ല സുഖമാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ഇവിടെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം. അതുകൊണ്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒന്നുകിൽ നിങ്ങൾ ഈവനിങ്ങിൽ വരിക, അല്ലെങ്കിൽ ഏർലി മോർണിംഗിൽ വരിക. ഏർലി മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 50 മണിക്കെങ്കിലും നിങ്ങൾ എത്തണം കേട്ടോ, അല്ലാണ്ട് ഭയങ്കര അതിരാവിലെ എല്ലാം ഇവിടെ തുറക്കണം. അപ്പോൾ അത്രയും നേരത്തെ വരിക, എങ്കിൽ പിന്നെ ഇവിടെ വെയിലൊന്നും ഉണ്ടാവില്ല, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് ഈ കനാലിൽ ഒഴുകിയിട്ട് എങ്ങനെ കേറി, എങ്ങനെ എത്തി? അവിടെ പാടാണോ? അയ്യോ, ഈ വഴിയാണോ കേറി പോണ്ടത്? നോക്കിയതാ, ഈ മുകളിലേക്ക് കേറി പോവാൻ ഗാർഡനിൽ നിന്നേ ഒരുപാട് ഉയരത്തിലേക്ക് കേറി പോണം കേട്ടോ. എന്റെ ദൈവമേ, നിങ്ങൾ പരമാവധി വന്ന വഴി തന്നെ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ ഒരു വലിയ കയറ്റാണ്, ഒരുപാട് സ്റ്റെപ്സ് നമുക്ക് കയറേണ്ടതുണ്ട്. ഇതാണ് മുകളിലേക്ക് കയറി പോകാനുള്ള സ്റ്റെപ്പ്. ഹലോ, വയ്യ, സോറി. നമ്മളില്ലേ സ്റ്റെപ്പ് എല്ലാം കയറി വന്നിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് അടുത്ത കനാലിന്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. ഒരു രക്ഷയിൽ എന്തൊരു ഭംഗിയാണെന്ന് അറിയാം. നിങ്ങൾ അനുഭവിച്ച് അറിയന്നെ വേണം. കാരണം വെള്ളം ഇങ്ങനെ നുരഞ്ഞു പതഞ്ഞൊഴുകുക, കുതിച്ചൊഴുകുക എന്ന് പറയില്ലേ, അതുപോലെ ഈ കനാല് 40 കിലോമീറ്റർ നീളത്തിലാണ് ഒഴുകുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. നല്ലോണം വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം.
നമ്മുടെ വിഷ്ണുവേ ഒരുപാട് സ്റ്റെപ്സ് കയറിയിട്ട് വന്നപ്പോഴാണ് അവൻ്റെ മാസ്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവൻ എവിടെ ഊരി വെച്ചു. അതെടുക്കാൻ വേണ്ടി പോയതാ. വരണം വരണം മിസ്റ്റർ ഇന്ദുചൂടൻ, നല്ല ക്ഷീണുണ്ട്. അടിപൊളി. ഡാം എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ടിക്കറ്റിന്റെ നിരക്കും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലിടാം. വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ ക്യാമറ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. നമ്മളുടെ ഫോണിലുള്ള ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൃശ്യങ്ങളൊക്കെ പകർത്താം. അങ്ങനെ ഷൂട്ട് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചെയ്യാമെന്ന് ഇവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലാസ്റ്റിക് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. കാരണം വനമേഖലയാണ്. യാതൊരു തരത്തിലും ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല. നമ്മൾ നമ്മുടെ കൂടെ എടുക്കുന്ന ഭക്ഷണമൊന്നും അകത്തേക്ക് കൊണ്ടുപോയിട്ട് കഴിക്കാനോ അല്ലെങ്കിൽ അവിടെ വൃത്തിയേടാക്കാനോ പാടില്ല. അപ്പോൾ ഇനി മറ്റൊരു വ്ളോഗായിട്ട് കാണുന്നത് വരെ ബൈ. ഒരെണ്ണം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അത് കിട്ടുന്ന ആളാണ് ആ ഗ്രൂപ്പിലെ ഹീറോ. അതുപോലെ മുള്ളമ്പഴം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, പക്ഷെ പഴുത്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാനിത്